എന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം വളരെ എനർജറ്റിക് ആയ കുറച്ച് അതിഥികൾ കൂടിയുണ്ട്. മാള ഹോളി ഗ്രേസ് അക്കാദമിയിലെ വിദ്യാർത്ഥികൾ. ഏവരെയും ഏറെ സ്നേഹത്തോടെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ, ഇന്നത്തെ കാലഘട്ടത്തിൽ പാരൻസിൻ്റെ അവഗണന മൂലം ചില വൈകാരികമായിട്ടുള്ള വൈകല്യങ്ങൾ വരുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെയുള്ള കേസസ് സിസ്റ്ററിൻ്റെ അടുത്ത് വരാറുണ്ടോ? തീർച്ചയായിട്ടും നമുക്കറിയാം, പാരൻസിൻ്റെ ആവാം, ടീച്ചേഴ്സിൻ്റെ ആവാം, അല്ലെങ്കിൽ സമൂഹത്തിലെ മുതിർന്നവരുടെ ആകാം. ഒരു അവഗണന ഏറ്റുവാങ്ങുമ്പോൾ ആ ഏറ്റുവാങ്ങുന്ന വ്യക്തിയിലും വ്യക്തികളിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ്, മാനസിക സമ്മർദ്ദങ്ങളാണ്. പ്രത്യേകിച്ച് അത് കുട്ടികളിലും അഡോളസൻസിലും. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു, വളരെ മിടുക്കരായിട്ടുള്ള അഡോളസൻസിൻ്റെ കൂടെ തന്നെ ഈ പാരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അവഗണിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനായിട്ട് ലഭിച്ചിരിക്കുന്നത് വളരെ നല്ലൊരു ചാൻസാണ്, നല്ലൊരു പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ എനിക്കൊത്തിരി സന്തോഷം തോന്നുന്നു. ഇവരുടെ ഒരു മനസ്സും കൂടി നമുക്ക് അറിയാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ടീച്ചർ ചോദിച്ചതുപോലെ തന്നെ ഇങ്ങനെയുള്ള കേസുകൾ ധാരാളം എൻ്റെ ഇടയ്ക്ക് വരാറുണ്ട്. ഈ അടുത്തിടയ്ക്ക് വന്ന ഒരു കുട്ടിയെ ഞാൻ ഓർത്തു പോവുകയാണ്. ഒരു 10 വയസ്സുകാരനെയും കൊണ്ട് ഗ്രാൻഡ് പാരൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ പെരുമാറ്റത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. വളരെ ദുശാഠ്യം, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് നടത്തി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് അവൻ ഒരു അഗ്രസീവ്നെസ് കാണിക്കുന്നു. അതായത് ദേഷ്യപ്പെടുന്നു, സാധനങ്ങൾ വലിച്ചെറിയുന്നു, അതുപോലെ തന്നെ ഫൗൾ ലാംഗ്വേജസ് ഉപയോഗിക്കുന്നു, ചീത്ത സംസാരങ്ങളൊക്കെ ഉണ്ടാകുന്നു, പഠനത്തിൽ ശ്രദ്ധിക്കുന്നില്ല. ഇതൊക്കെ പറഞ്ഞാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പം ഗ്രാൻഡ് പാരൻസിനോട് ഞാൻ ചോദിച്ചു, എന്തേ പാരൻസ് എന്തേ? അപ്പോൾ പറഞ്ഞു, പാരൻസ് രണ്ടുപേരും IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ രാത്രി വരെ അവരുടെ വർക്കിൽ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മകനെ നോക്കാനായിട്ട് സമയമില്ല, ഒറ്റ മോനാണുള്ളത്. അപ്പം നമ്മളതിൻ്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായൊരു കാര്യം, ഈ പാരൻസിൽ നിന്ന് ലഭിക്കുന്ന അവഗണന. അപ്പം നമ്മൾ ഈ പാരൻസിൻ്റെ അവഗണന എന്ന് പറയുമ്പോൾ ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻ അവർക്ക് കിട്ടുന്നില്ല, ഇമോഷണൽ സപ്പോർട്ട് കിട്ടുന്നില്ല, അവനെ ഒന്ന് പരിചരിക്കുന്നില്ല, അവന് ഒരു പ്രോത്സാഹനം കൊടുക്കുന്നില്ല. ഇതെല്ലാം കുഞ്ഞിൻ്റെ പെരുമാറ്റ വൈകല്യത്തിലേക്കും സ്വഭാവ ദൂഷ്യത്തിലേക്കും മാറിയതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ഓർക്കുന്നത് ഇതൊരു സിംഗിൾ കേസ് അല്ല. തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് കൂടുതൽ പറയാനായിട്ട് നമുക്ക് ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ ഉത്തരവാദിത്വമൊക്കെ ഉള്ളത് നമ്മുടെ ഈ അഡോളസൻസ് ആണ്, കൗമാരപ്രായക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ നിങ്ങളെ അവഗണിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്കത് തോന്നുന്നത്? സിസ്റ്റർ, നമ്മൾ അത് പറയുന്നതിന് മുൻപായിട്ട് സിസ്റ്റർ പറഞ്ഞൊരു കേസ് ഉണ്ടല്ലോ, ആ കേസിൽ ഒരു പക്ഷേ കുറേ പാരൻസ് കാരണമുണ്ടാകുന്ന, ഇപ്പോൾ ഈ പാരൻസ് എന്ന് പറയുന്നത് അവർ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഓബ്വിയസ്ലി അവരുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഫാമിലി ടൈം വളരെ കുറഞ്ഞതായ കാരണമായിരിക്കാം ഈ ഫാമിലിയും, അതായത് ഈ പാരൻസും ഈ കുട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് കുറഞ്ഞ കാരണമായിരിക്കാം ഇങ്ങനത്തെ പഠനത്തിലെ ശ്രദ്ധക്കുറവും, അതുപോലെ തന്നെ ഉണ്ടാവുന്ന ദേഷ്യവും കോപവും, പിന്നെ ഫൗൾ ലാംഗ്വേജസിൻ്റെ യൂസും. അതൊക്കെ ഈ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു എന്താ പറയുക ഡെവലപ്മെൻറ്റ് ഇല്ലാത്ത കാരണം കൊണ്ടായിരിക്കാം ഉണ്ടാവുക. പിന്നെ അതുപോലെ ഞങ്ങളുടെ ലൈഫിലൊക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പല പാരൻസിൻ്റെയും പല പാരൻസിൻ്റെയും ലൈഫിൽ ഇഷ്ടം പോലെ അവരുടെ ഫാമിലിയിൽ കുറേ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന കുട്ടികൾ, അപ്പോൾ അവരുടെ അഗ്രഷൻ, ഈ തല്ലുകൂടലെല്ലാം കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ അഗ്രഷൻ അത് കൂടിക്കൊണ്ടിരിക്കും. അത് അവരുടെ ശ്രദ്ധയെ കുറയ്ക്കും, അവരുടെ പഠനം അതുപോലെ തന്നെ അതും കുറയും. ഇത് നേരെ തന്നെ ഈ പാരൻസിൻ്റെ അടുത്ത് കുട്ടികൾക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, അവർ അത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി ഓപ്പൺ അപ്പ് ചെയ്യും. ഇത് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്താ കാരണം എന്ന് വെച്ചാൽ, അവർക്കറിയാം ഫ്രണ്ട്സ് അവരൊരിക്കലും ജഡ്ജ് ചെയ്യില്ല. പക്ഷെ അപ്പോഴും ഫ്രണ്ട്സിൻ്റെ മനസ്സിൽ ഇതുണ്ടാവും. അവർ വിചാരിക്കും ഈ കുട്ടിയുടെ വീട്ടിൽ, അതായത് എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് നടക്കുന്നത്. അത് ഇവർ നേരെ പോയി ഇവരുടെ പാരൻസിൻ്റെ അടുത്ത് പറയും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇവരൊരിക്കലും ചെയ്യാത്തൊരു കാര്യം ഇവരുടെ പാരൻസിൻ്റെ അടുത്ത്, സ്വന്തം പാരൻസിൻ്റെ അടുത്ത് ഈ കാര്യം പറയുന്നില്ല. അങ്ങനൊരു കാര്യം കാരണമായിരിക്കാം അവിടെയും
ഇഷ്ടം പോലെ തർക്കങ്ങൾ, ഇവരെ ശ്രദ്ധിക്കാതെ തന്നെ ഇഷ്ടം പോലെ തർക്കങ്ങൾ നടക്കുന്നത്. അങ്ങനെ ഇവരെ ശ്രദ്ധിച്ചു പോകാറില്ല. എക്സാക്ട്ലി അതാണ് ഒരു ആഡിക്വേറ്റ് അറ്റൻഷൻ ഇല്ലായ്മ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലിയിൽ ഇന്ററാക്ട് ചെയ്യാനുള്ള സമയം ഇല്ലാണ്ട് പോകുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടുന്ന ഒരു പരിഗണന ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്നു. ഒന്നാമത് വീട്ടിൽ പ്രശ്നങ്ങളാണ്, അതിൻ്റെ ഇടയിൽ ഞാനും കൂടി ചെന്ന് പ്രശ്നം ഉണ്ടാക്കണ്ടല്ല എന്ന് ഈ കുട്ടി വിചാരിക്കുന്നു. അവിടെ ഒന്നും പറയുന്നില്ല, മറ്റു കുട്ടികളോട് അത് ഷെയർ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞ് വേറെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട്, അതായത് കുട്ടികൾ കൂട്ടുകാരെന്നെ ജഡ്ജ് ചെയ്യില്ല. അപ്പോൾ ഒരു നോൺ ജഡ്ജ്മെന്റ് കമന്റ് ആണ് ഈ അഡോളസൻസ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. പേരൻസിന്റെ അടുത്തുനിന്നായാലും. തീർച്ചയായിട്ടും സിസ്റ്റർ, അതായത് വീട്ടിലായാൽ പോലും നമുക്കിങ്ങനെ പ്രശ്നങ്ങൾ പറയാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടാവണം. പല കുട്ടികളായാലും അവര് വീട്ടിൽ ചില കാര്യങ്ങൾ പറയാൻ പേടിക്കും. ചിലപ്പോൾ ചെറിയൊരു സംഭവമായിരിക്കും, പക്ഷെ അത് വീട്ടിൽ പറഞ്ഞാൽ പാരൻസ് എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് പേടിച്ചിട്ട് അവർ പറയാണ്ടിരിക്കും. അത് പിന്നെയും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഉള്ള കാരണമാവാറുണ്ട്. അപ്പോൾ പാരൻസ് തന്നെ എല്ലാ കാര്യങ്ങളും പാരൻസിനോട് തന്നെ എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന സ്പേസ് വീട്ടിലുണ്ടെങ്കിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ എപ്പോഴും ഓർക്കണം, ഈ പാരന്റൽ നെഗ്ലിജൻസ് എന്ന് പറയുമ്പോൾ, അതായത് പാരന്റ്സിന്റെ അല്ലെ മുതിർന്നവരുടെ ഒരു അവഗണന എന്ന് പറയുമ്പോൾ പല ഡൈമെൻഷനിലാണ് അതിനെ നമ്മൾ കാണേണ്ടത്. രീതിയിലായിരിക്കാം അവരങ്ങനെ അവഗണിക്കുന്നുണ്ടാവുക. തീർച്ചയായിട്ടും നമ്മളത് ഓർക്കുമ്പോൾ ഫിസിക്കൽ രീതിയിൽ, അതായത് ഇപ്പോൾ ഒരു കുട്ടി, ആ കുട്ടിയെ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കണ്ണുകൊണ്ട് കൊടുക്കുന്ന ഒരു നോട്ടം മാത്രമല്ല, ആ കുട്ടി ഒരു ഡ്രസ്സ് ചെയ്ത് പോകുമ്പോൾ ഏത് ഡ്രസ്സാണ് എൻ്റെ കുഞ്ഞ് ധരിച്ചിരിക്കുന്നത്, അപ്പോൾ അതുപോലെ ഗൈഡൻസ്, അപ്പോൾ ആ നല്ലൊരു ഡ്രസ്സാണോ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെ ഭക്ഷണം, ശാരീരിക ആവശ്യങ്ങളുടെ ഒരു അറ്റൻഷനുണ്ട്. ആ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള സമയം ലഭിക്കുന്നുണ്ടോ, അതാ പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഭക്ഷണം ലഭിക്കുന്നുണ്ടോ, എൻ്റെ കുഞ്ഞ് സമയത്തിന് ഉറങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അതിനെയെല്ലാം നമ്മൾ പാരൻസിൻ്റെ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള അറ്റൻഷൻ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇമോഷണൽ അറ്റൻഷൻ. ഇമോഷണൽ അറ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ മാനസിക അവസ്ഥയിലേക്ക് എനിക്ക് കടക്കാനായിട്ട് സാധിക്കണം. എൻ്റെ കുട്ടി മൂഡ് ഓഫ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും എന്തിനായിരിക്കാം അവൻ മൂഡ് ഓഫ് ആയിരിക്കുന്നത്, അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിക്കാൻ, അല്ലെങ്കിൽ അവൻ പറയുന്നതൊന്ന് കേൾക്കാൻ. അപ്പോൾ അത് ഒരു ഇമോഷണൽ അറ്റൻഷൻ എന്ന് പറയും. അതുപോലെ തന്നെ ഒരു ജനറേഷൻ ഗ്യാപ്പ് വരുന്നില്ലേ ഇവരുടെ ഇടയിൽ? അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പേരൻസ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടുകളിൽ നിന്ന് വ്യത്യസ്തമായ അവരുടെ കാഴ്ചപ്പാടുകളിലേക്ക് നിങ്ങളെ ഒതുക്കാൻ ശ്രമിക്കുന്നത് പോലെ ഒരു ഫീല് നിങ്ങൾക്ക് വരാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ഒരു ന്യൂജൻ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കുറേ കാഴ്ചപ്പാടുകളുണ്ട്, അതിലേക്ക് ഇവരെത്താതെ ഇവരുടേതായ ഇവർ അനുഭവിച്ചതും ഇവർ ജീവിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അതാണ് ശരി എന്നുള്ള രീതിയിലുള്ള തർക്കങ്ങൾ വരാറുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങൾ അവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ അവർ ചിലപ്പോൾ പറയും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പണ്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ വേണം നീ ചെയ്യാൻ. കുറേ പാരൻസ് അവർ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ അവരുടെ കുട്ടികൾ അതനുസരിച്ച് പോകണം എന്ന് പറയാറുണ്ട്. ചില പാരൻസ് പറയും, ഞാൻ പഠിക്കുന്ന കാലത്ത് രാവിലെ 3 മണിക്കൊക്കെ എനിക്ക് പഠിക്കാറുണ്ടായിരുന്നു, അതുപോലെ തന്നെ നീയും ചെയ്യണം. പക്ഷേ അത് ചിലപ്പോൾ നടക്കുന്ന കേസില്ല. കാരണം നമ്മൾ നമ്മുടെ സ്ലീപ്പ് സ്കെഡ്യൂൾ തന്നെ നൈറ്റ് ആയിട്ടും രാത്രി ഒരു 1 മണി 2 മണി വരെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്. എന്നിട്ട് 2 മണി 3 മണി ആ നേരത്തെ കിടന്നുറങ്ങും, എന്നിട്ട് രാവിലെ 10 മണി 12 മണിക്ക് എണീക്കും. അങ്ങനെ ഉള്ള കുട്ടികളുണ്ട്. അതേസമയം മറുപക്ഷം കുറേ കുട്ടികൾ രാവിലെ 5 മണിക്ക് എണീറ്റിരുന്ന് പഠിക്കും. അപ്പോൾ നമ്മുടെ സ്ലീപ്പ് സ്കെഡ്യൂളിനനുസരിച്ച് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അങ്ങനെ ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കണം. പക്ഷെ അത് ഇവർക്ക് മനസ്സിലാവില്ല. ഇവർ പറയപ്പോഴും എന്താ, 2 മണിക്ക് എണീറ്റിരുന്ന് പഠിക്കുക, അപ്പം നിനക്ക് നന്നായിട്ട് കയറും. ഇങ്ങനെ കാലത്തൊരു സമയം 6 മണി തൊട്ട് 8 മണി വരെ പഠിക്കുക, പിന്നെ വൈകുന്നേരം 6 മണി തൊട്ട് 8 മണി വരെ പഠിക്കുക, അപ്പം മാത്രമേ നിങ്ങൾക്ക് പഠിച്ചാൽ കയറുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ബ്രെയിനനുസരിച്ച് വേണം. നമ്മുടെ ബ്രെയിന് എപ്പോഴാണ് പഠിച്ചാൽ കയറുക, അതിനനുസരിച്ച് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതാണ് ഇപ്പോൾ പാരൻ്റൽ നെഗ്ലിജൻസിൽ വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാരൻസ് അവരുടെ ഇതേപോലെയുള്ളൊരു കാലഘട്ടത്തിൽ ഏതെല്ലാം കാര്യങ്ങളിലൂടെ കടന്നുപോയി അതിനെ റിപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പം അതാണ് ഇവിടെ പറഞ്ഞത്, ഇന്നത്തെ കാലഘട്ടവുമായിട്ട് ഇപ്പം നമ്മൾ ചോദിക്കപ്പം എല്ലാവരും കുട്ടികളായിട്ടല്ലേ വളർന്നു വന്നതെന്ന് പറയും. പക്ഷേ സാഹചര്യങ്ങൾ, അതായത് ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ കണ്ടുപിടുത്തങ്ങൾ, അപ്പോൾ ഇത് ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ പാരൻസിന് കഴിഞ്ഞില്ല എന്ന് വരും. ഇവിടെയാണ് ഇവർ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് നടക്കുന്നത്.
പിന്നെ നമ്മൾ ടീച്ചർ നേരത്തെ ചോദിച്ചല്ലോ പിന്നീടുള്ളൊരു നെഗ്ലിജൻസ്, അത് അടുത്തൊരു നെഗ്ലിജൻസ് ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ ബേസിസിലായിട്ടുള്ള, അതായത് ഒരു അക്കാഡമിക്കൽ നെഗ്ലിജൻസ്. അക്കാഡമിക്കൽ നെഗ്ലിജൻസിൽ ഞങ്ങൾ സൈക്കോളജിക്കലായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ മനസ്സിലായിരിക്കുന്നത് ചിലപ്പോൾ അത് ഒരു ഓവർ ഇൻവോൾവ്മെൻറ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു അണ്ടർ ഇൻവോൾവ്മെൻറ്റ് കൊടുക്കുന്നു. ചില പാരൻസ് ഉണ്ട് സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ അവർ വളരെ വൈകാരികമായിട്ട് അല്ലെങ്കിൽ വളരെ ക്രിട്ടിക്കലായിട്ട് നിങ്ങളെ സമീപിക്കും. ഇങ്ങനെ തന്നെ ചെയ്യണം, ഇങ്ങനെ പഠിക്കണം, അതൊരു ഓവർ എക്സ്പെക്റ്റേഷൻ അവരിലുണ്ടാകുന്നു. ഈ ഓവർ എക്സ്പെക്റ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ശാരീരിക, മാനസിക, ബൗദ്ധിക, പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങളെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നു. അതും ഒരു തരത്തിലൊരു നെഗ്ലിജൻസ് ആണ്. അതായത് ഓവർ ഇൻവോൾവ്മെന്റ് മൂലം ഇവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇതേപോലെ തന്നെയാണ് ചിലപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരിക്കാം, ആ കുട്ടിക്ക് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനുണ്ട്. ചിലപ്പോൾ പഠന സാമഗ്രികളായിരിക്കാം, ബുക്സ് ആയിരിക്കാം, ട്യൂഷന് വേണ്ട ഗൈഡൻസ് കൊടുക്കാനായിരിക്കാം, മെൻറ്ററിനെ കൊടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കാനായിരിക്കാം, കുറച്ചുകൂടി എക്സ്പോഷർ ഉണ്ടാക്കി കൊടുക്കാനായിരിക്കാം. ചില പാരൻസ് അത് ശ്രദ്ധിക്കുന്നേ ഇല്ല. എൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് ഇതൊന്നും കിട്ടിയിട്ടല്ല ഞാൻ പഠിച്ചത്. ഞാൻ രാവിലെ സ്കൂളിൽ പോകുന്നു, വൈകുന്നേരം ഞാൻ വരുന്നു, വീട്ടിലെ ബാക്കി ജോലികൾ ചെയ്യുന്നു, എന്നിട്ട് ഞാൻ പഠിച്ചാൽ ഇത്രയൊക്കെ എത്താൻ പറ്റുള്ളൂ. സോ നീയും അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്ന ഒരു ഓവർ ഇൻവോൾവ്മെൻറ്റും അണ്ടർ ഇൻവോൾവ്മെൻറ്റും ഈ നെഗ്ലിജൻസിനെ ബാധിക്കുന്നുണ്ട്. പഠന കാര്യങ്ങളിൽ നിങ്ങൾ പാരൻസിൽ നിന്ന് ഏത് രീതിയിലുള്ള സമീപനമാണ് ആഗ്രഹിക്കുന്നത്? പഠന കാര്യങ്ങളിൽ അഡോളസൻസ് എന്നല്ല, ഏതൊരു കുട്ടിയും പ്രതീക്ഷിക്കുന്നത് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ആണ്. എന്ന് വെച്ചാൽ അധികം നമ്മളെ പ്രഷറൈസ് ചെയ്യാനും പാടില്ല, എന്നാൽ നമ്മളെ തീരെ ശ്രദ്ധിക്കാണ്ടിരിക്കാനും പാടില്ല. എനിക്ക് പല ഫ്രണ്ട്സും ഉണ്ട്. എൻ്റെ ഫ്രണ്ട് ഒരു ടോപ്പറായിരുന്നു. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവളൊരു റോബോട്ട് എന്നോണമാണ് അവൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ലൈക്ക് ചെറുപ്പത്തിലെ തൊട്ടേ അവളെ എന്താ പറയുക എക്സാംസ് എഴുതിക്കാനും ട്യൂഷൻ 3-4 ട്യൂഷൻ ഉണ്ടായിരുന്നു ആ കുട്ടിക്ക്. 3-4 ട്യൂഷൻ ഉണ്ട്. അപ്പോൾ ആ പാരൻസ് എന്താ പറയുക ഫോൺ യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല, ഇന്ന സമയം മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ, പഠിക്കാൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ എന്താ പറയുക ഫ്രണ്ട്സിനായിട്ടൊന്നും ടെക്സ്റ്റ് ചെയ്യാനോ മര്യാദക്ക് സംസാരിക്കാനോ, ആ കുട്ടിക്ക് ബേസിക്കലി പാരൻസിനോട് സ്കൂളിൽ ഉണ്ടാകുന്ന കാര്യം സ്റ്റഡീസ് അല്ലാണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ പറയാൻ എന്തോ ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ ആളൊരു എന്താ പറയുക ഡിപ്രസ്ഡ് മൂളാണ്. അയാളെക്കാളും ആരെങ്കിലും മുന്നേ വന്നാൽ ഫസ്റ്റ് ആയാൽ അയാൾക്കൊരു ടെൻഷനാണ്. ചില കുട്ടികളുണ്ട് അവർക്ക് ചിലപ്പോൾ പഠിക്കാൻ എന്താ പറയുക ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയും പാരൻസ് ചില സമയത്ത് നെഗ്ലക്റ്റ് ചെയ്ത് വിടും. ചിലപ്പോൾ അവരുടെ സിബ്ലിങ്സ് നന്നായിട്ട് പഠിക്കുന്നതായിരിക്കാം, അവർ പഠിക്കുന്നുണ്ടല്ലോ നിനക്കെന്താ പഠിച്ചാൽ എന്ന് അവർക്ക് ചിലപ്പോൾ എല്ലാവർക്കും എല്ലാത്തിലും കഴിവുണ്ടാവണമെന്നില്ലല്ലോ. അവരുടെ കഴിവ് മനസ്സിലാക്കി അവരെ എന്താ പറയുക പൊക്കിക്കൊണ്ട് വരാനാണ് പാരൻസ് ശ്രമിക്കേണ്ടത്. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അക്കാഡമിക്കൽ ആയിട്ടുള്ള ഒരു മത്സരബുദ്ധി, കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് തന്നെയാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിലൊക്കെ വന്നിരിക്കുന്ന ഇപ്പോൾ ഇവൻ മാതാപിതാക്കൾ പോലെ ഡിപ്രസ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം കാരണം എന്താണെന്ന് ചോദിച്ചു വരുമ്പോഴത്തേക്കും മക്കൾക്ക് മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ കുട്ടിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ അത്ര മാർക്ക് എൻ്റെ കുഞ്ഞിന് കിട്ടിയില്ല, ഞാൻ ഇനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും, അതൊക്കെയാണ്. ചിലപ്പോൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർ പറയും സിസ്റ്ററെ ഞാൻ പഠിച്ചതിൻ്റെ മാക്സിമം എനിക്ക് ഈ മാർക്ക് കിട്ടി, പക്ഷെ എൻ്റെ മാതാപിതാക്കൾക്ക് ഇതുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ മതിയാകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിയർ ഓഫ് ഫെയിലിയേഴ്സാണ്. അതായത് എനിക്ക് തോൽവി സംഭവിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഞാനതിനെ ടോളറേറ്റ് ചെയ്യും, പക്ഷെ എൻ്റെ മാതാപിതാക്കൾ ടോളറേറ്റ് ചെയ്യില്ല, എൻ്റെ വീട്ടിലത് പ്രശ്നമാകും എന്നുള്ളതാണ്. അപ്പോൾ ഇത് വല്ലാത്തൊരു പ്രഷറൈസ് ചെയ്യുന്ന ഒരു മേഖല തന്നെയാണ് നമ്മുടെ ഈ അക്കാഡമിക് സിസ്റ്റവും കുട്ടികളുടെ ഒരു ഇൻ്ററാക്ഷനും. വളരെ ശൈശവകാലത്തിലാണോ അത് കൗമാരകാലത്തിലാണോ കുട്ടികൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്? ഈ പാരന്റൽ നെഗ്ലിജൻസ് എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലുള്ളവർക്കും ഒരേപോലെ ബാധകമാണ്. പാരന്റൽ തന്നെയല്ല, മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന അവഗണനകൾ. കൂടുതലും അത് നമ്മുടെ പേഴ്സണാലിറ്റിയുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കുട്ടിക്കാലങ്ങളിലാണ്. ശൈശവ കാലഘട്ടത്തിൽ വേണ്ടത്ര പരിചരണവും ശ്രദ്ധയും ഇമോഷണൽ സപ്പോർട്ടും ആഡിക്വേറ്റ് ആയിട്ടുള്ള പ്രോത്സാഹനമൊക്കെ കുട്ടികൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതവരുടെ അഡോളസൻസിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി റിബല്യസ് ആകും, കുറച്ചുകൂടി വൈകാരികമായിട്ടും ബിഹേവിയറലായിട്ടൊക്കെ നമുക്കറിയാം ഇവര് കുറച്ചൊരു മുരടിച്ച സ്വഭാവം കാണിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ തീർച്ചയായിട്ടും അത് ശൈശവത്തിൽ അവർക്ക് കിട്ടേണ്ട പ്രോത്സാഹനവും സ്നേഹവും ഒക്കെ വാംത്ത്നെസ്
കിട്ടാത്തതിൻ്റെയാണ്. അഡോളസൻസിലേക്ക് വരുമ്പോൾ അത് മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ഇറിറ്റബിൾ ബിഹേവിയറിന്, അതായത് എപ്പോഴും നമ്മൾ പറയുന്നത് ഒരു ചെറിയ സ്വഭാവമാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് മാറുന്നു. അങ്ങനെയുള്ളൊരു കുട്ടിയോട് എങ്ങനെയായിരിക്കും വീട്ടുകാരും ടീച്ചേഴ്സും നാട്ടുകാരും ഒക്കെ പെരുമാറുന്നത്? അവരും റിബല്ലാകും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒരു ടഗ് ഓഫ് വാറിന്റെ പോലത്തെ ഒരു പ്രോബ്ലം ആകും. അത് പിന്നീട് അവരുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ പല പേഴ്സണാലിറ്റി ഡിസോർഡറുകളുടെയും എറ്റിയോളജി കാരണങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഒരു നെഗ്ലിജൻസ് അനുഭവപ്പെടുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രത്യേകിച്ചും പറയുന്നത് ശൈശവകാലത്തിലേ തന്നെ കുട്ടികളെ പാരൻസ് ആയാലും മുതിർന്നവരായാലും ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് പഠിക്കുക, പ്രത്യേകിച്ച് അഡോളസൻസിനെ. അല്ല, ഇപ്പോൾ ഒരു കുട്ടി പറഞ്ഞത് കേട്ടു വരുന്നു, അതായത് കുട്ടി പാരൻസായിട്ടൊന്നും ഷെയർ ചെയ്യാൻ സാധിക്കുന്നില്ല, പേടിയാണെന്ന്. ശരിക്കും പാരൻസ് എങ്ങനെയാണ് അത് എടുക്കുക, അല്ലെങ്കിൽ അങ്ങനൊരു നമുക്ക് ഏറ്റവും നല്ല സുഹൃത്തുക്കളായിട്ട് പാരൻസ് മാറുകയാണെങ്കിൽ കുറച്ചും കൂടി വളരെ സ്മൂത്തായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പോകും എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ടെർമിനോളജികൾ അല്ലേ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കാര്യത്തിന് നിങ്ങൾ എന്താ പറയുന്നത്? ഇപ്പോൾ നമ്മൾ പറയും, സാധാരണ നമ്മളൊക്കെ മുതിർന്നവർ പറയാം നല്ല ഭംഗിയുണ്ട്, രസമുണ്ടെന്ന് പറയും. നിങ്ങൾ ഏത് ടെർമിനോളജിയാണ് ഉപയോഗിക്കുന്നതിൻ്റെ അകത്ത്? ചില ടെർമിനോളജിയൊക്കെ അല്ലേ, ഈ അടുത്തിടയ്ക്കൊക്കെ ഉണ്ടായ ചില ടെർമിനോളജികളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും മാതാപിതാക്കൾക്ക് അത് മനസ്സിലാകാതെ വരുന്നു. അപ്പോൾ അവർ ഓർക്കുന്നത് അതെന്തോ ചീത്ത ലാംഗ്വേജാണെന്നാണ് ഓർക്കുന്നത്. അപ്പോൾ ഈ ആ സംസാരമൊന്നും ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ ഒരു ടെർമിനോളജിക്കൽ ആസ്പെക്റ്റുകൾ മാറിയിട്ടുണ്ട്, പലതിൻ്റെ കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെയാണ് തോന്നിയിരിക്കുന്നത്? നിങ്ങളിപ്പോൾ പറയുന്നൊരു കാര്യം മുതിർന്നവരോ ടീച്ചേഴ്സോ മാതാപിതാക്കൾക്കോ മനസ്സിലാകുന്നില്ല എന്നുള്ള രീതിയിൽ? അത് അങ്ങനെ കുറെ അങ്ങനത്തെ വിഷയങ്ങളുണ്ട്. ബിക്കോസ് ഈ പേരൻസ് അറിയണത് നമ്മുടെ ഇൻട്രസ്റ്റിന് ഭയങ്കര താല്പര്യം കൊടുക്കാറില്ല. നമുക്ക് ചിലപ്പോ ഒരു എക്സാമ്പിൾ പറയാം, ചില ബോയ്സിനൊക്കെ ഈ അഡോളസെന്റ് ഏജിൽ ജിമ്മിക്കൊക്കെ പോകാൻ ഇഷ്ടമാണ്. അപ്പൊ പേരൻസ് വിചാരിക്കും ഈ ജിമ്മ് ഭയങ്കര വലിയ ആൾക്കാർക്കാണ്, പിന്നെ അങ്ങനത്തെ ഒരു ബയസ് ഉണ്ടാവും. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പേരൻസ് അതിൽ ഇൻട്രസ്റ്റ് കൊടുക്കാണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വിഷമാവും. പിന്നെ പേരൻസിനോട് ഷെയർ ചെയ്യാണ്ടിരിക്കും ചില കാര്യങ്ങൾ. പിന്നെ സ്കൂളിൽ പോയിട്ട് നമ്മ ഇത് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുമ്പോൾ അവർക്കും ഈ ചാലഞ്ചസ് ഒക്കെ മനസ്സിലാവും ഒരേ അതില്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് കുറേ നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയകളെയൊക്കെ ഒത്തിരി സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ജിമ്മിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഫിസിയോളജിക്കലായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള ആ ഒരു കായിക ബലവും കാര്യങ്ങളും ഒക്കെ ശാരീരികമായിട്ടുള്ള ആ ഒരു സ്ട്രക്ചറൽ അനാട്ടമിക്കലായിട്ടുള്ള ഒരു പക്വതയിലേക്ക് വരേണ്ട ഒരു കാലഘട്ടമുണ്ട്. അപ്പം അവിടെയാണ് നമുക്ക് ഗൈഡൻസ് എന്ന് പറയുന്നൊരു കാര്യമുള്ളത്. അതായത് ചില കാര്യങ്ങൾ ഇവർ ആഗ്രഹിക്കുന്നതെല്ലാം ഇവർക്ക് നന്മയ്ക്കായിരിക്കണമെന്നില്ല. അപ്പൊ അതിനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു രൂപമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങളിൽ നോ പറയുന്നത് എന്നൊക്കെ അല്ലേ. നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടില്ലേ, ഇപ്പം നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ശരിയായിരിക്കണമെന്നില്ല. അത് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പം അതുകൊണ്ട് പാരൻസ് പറയും നോ എന്ന് പറയും. അപ്പം ആ ഒരു നോ എന്ന് പറയുന്ന കാര്യത്തിനൊരു എക്സ്പ്ലനേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നോ പറഞ്ഞത്. പ്രത്യേകിച്ച് അഡോളസൻസ് എപ്പോഴും റീസണബിൾ ആയിട്ട് അല്ലെങ്കിൽ ലോജിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നവരാണ്. അപ്പൊ അവർ ചോദിക്കും, എന്താണ് അപ്പുറത്തെ വീട്ടിലെ കുട്ടി പോകുന്നില്ലേ, ഇപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ പോകുന്നില്ലേ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ ചെയ്താൽ എന്താ, ഞങ്ങൾ ഇപ്പൊ അത് കാര്യങ്ങൾ കാണിച്ചെങ്കിലല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്നത് പോലെ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അവിടെ നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അല്ല, നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ അതിനെ പറഞ്ഞ് തരാനുള്ള ഒരു ഗൈഡൻസ്, അതും കുട്ടികളോടുള്ള ഒരു പരിഗണനയുടെ ഭാഗമാണ്. ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ഉണ്ട്. ഒരു കൊച്ചിനായാലും ഇപ്പൊ ആള് പറഞ്ഞ പോലെ ജിമ്മിൽ പോകാൻ താല്പര്യം, അതുപോലെ ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ഉണ്ട്, അവർക്ക് ഓരോ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ അതിനായിട്ട് പാരൻസ് അത് മനസ്സിലാക്കണം. ചിലപ്പോൾ അത് തെറ്റായിരിക്കാം, പക്ഷെ എങ്കിൽ കൂടി അവരെ പരിഗണിച്ച് അവരുടെ ആ കാര്യം മനസ്സിലാക്കി അതിനെ കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുത്ത് ആ ഒരു ഡിസ്കഷനൊക്കെ ഉണ്ടായി ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഒരു ഓക്കെ രീതി നോർമലൈസ് ചെയ്ത് പോകാൻ പറ്റും. അതല്ല അവിടെ ഒരു ആർഗ്യുമെന്റ് പോലെ ഇപ്പൊ പാരൻസ് പറയാണ് അല്ല നിങ്ങളത് ചെയ്യരുത്, അതിനൊരു എക്സ്പ്ലനേഷൻ ഇല്ല, ജസ്റ്റ് ഒരു തിരിച്ച് ഭയങ്കര ആർഗ്യൂയിങ് ആണെങ്കിൽ
അവർക്കൊരു ദേഷ്യം തോന്നും. പിന്നീട് ആ ഒരു കാര്യത്തിനോട് ഇൻട്രസ്റ്റ് തോന്നും, ഇൻട്രസ്റ്റ് പോകും. അല്ലെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ അവർക്കത് എന്താ പറയാ, പാരൻസ് കാണാണ്ട് ചെയ്യാനൊക്കെ തോന്നിയേക്കാം. തെറ്റ്, കള്ളം പറയാ. ഇപ്പോൾ ആയാലും ഒരു മാർക്ക് കുറഞ്ഞാൽ പോലും നമ്മൾ ചിലപ്പോൾ അത് പറയാൻ പേടിച്ചിട്ട് നമ്മളത് മാറ്റി വെക്കും. അപ്പൊ അതുപോലെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ മാറ്റി വെക്കും. എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പൊ പടം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആൾക്ക് എന്നാ പഠിത്തം ഇപ്പൊ 10ാം ക്ലാസ് ആകുമ്പോൾ ബോർഡ് ക്ലാസ് ആണ്, നിങ്ങൾ A+ മേടിക്കണം. 12th ആയാലും ബോർഡ് ക്ലാസ് ആണ്, അത് കോളേജിലേക്ക് മാർക്ക് മേടിക്കാനുള്ളതാണ്. അപ്പൊ പടം വരയ്ക്കണ ആൾക്ക് ആ പടം വരയ്ക്കാനുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ അത് എഫക്റ്റ് ചെയ്യും നന്നായിട്ട്. ചിലപ്പോൾ ആൾക്ക് ആ ഇൻട്രസ്റ്റ് പോവാം. അല്ലെങ്കിൽ ആള് പഠിക്കാൻ പുറകോട്ടാണ് ഈ പാരൻസ് അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മൊത്തത്തിൽ ആ ഇൻട്രസ്റ്റ് പോയി, ആ ഒരു കാര്യം ചെയ്യാണ്ട് അങ്ങനെ ഓരോ രീതിയിൽ അവർക്കത് ഇമോഷണലി അവരെ ഡാമേജ് ചെയ്യും. വെരി ഗുഡ്, വളരെ നന്നായിട്ട് അതിനെ പ്രസന്റ് ചെയ്തു. കാരണം ഞാൻ ഈ കുറച്ച് നാളുകൾക്ക് മുൻപ് അഡോളസൻസിന്റെ പാരൻസിന് വേണ്ടിയിട്ടുള്ളൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോഴത്തേക്കും അഡോളസൻസിൻ്റെ ഇഷ്യൂസ് ഇങ്ങനെ 1 by 1 ആയിട്ട് പറഞ്ഞു. അതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട് പറഞ്ഞൊരു കാര്യമാണിത്. ഓരോരുത്തർക്കും അവരുടെ ഒരു ഇൻഡിവിജ്വൽ സ്പേസ് കൊടുത്തുകൊണ്ട് കുട്ടികളെ നിങ്ങൾ നോക്കുന്നുണ്ടോ, നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അവിടെ കൂടുതലും പാരൻസ് പറഞ്ഞൊരു കാര്യം, സിസ്റ്റർ ഇപ്പോൾ ഒരു മത്സര ബുദ്ധിയോടെ ഒരു കോമ്പറ്റിറ്റീവ് വേൾഡാണ്. ഞങ്ങളൊക്കെ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകാമായിരുന്നു. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അറിവും വിദ്യാഭ്യാസവും പണവും അധികാരവും അതുപോലെ ഇൻഫ്ലുവൻസും ഒക്കെ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ സമൂഹത്തിൽ പുറകോട്ട് പോകരുത് എന്നൊരു ചിന്തയുള്ളത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ മക്കളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്കത് മനസ്സിലാകുന്നില്ല. അപ്പോൾ മാതാപിതാക്കളുടെ അമിതമായിട്ടുള്ളൊരു വേവലാതി അല്ലെങ്കിൽ ആവലാതി, സമ്മർദ്ദം എന്ന് നമുക്ക് പറയാം, നിങ്ങളെ പുഷ് ചെയ്യാനായിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്നത്തെ ഒരു ലോകത്തിൽ ഒരു കുടുംബം കൊണ്ടുപോകണമെങ്കിൽ മാതാപിതാക്കൾ രണ്ടുപേരും നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവർക്ക് സമയമില്ല എന്നുള്ളതാണ്. പറഞ്ഞപ്പോഴാണ് ടൈം മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അവർ ബേൺ ഔട്ടായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് പലതരത്തിലുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ ഈ വാർത്തകൾ കാണുന്നു, കേൾക്കുന്നു. അഡോളസൻസിന് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, കുട്ടികൾക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അവർക്ക് എന്നും മനസ്സിലൊരു വ്യാധിയാണ്, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ. അപ്പോൾ ഇങ്ങനെ ഓവറായിട്ടുള്ള അവരുടെ ആങ്സൈറ്റി നിങ്ങളെ ഓവറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, നിങ്ങളെ സ്ക്യൂസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇതേപോലെയുള്ള തുറന്ന സംഭാഷണങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഒത്തിരിയേറെ ഉപകാരം അനുഭവിക്കുന്ന അതേ രീതിയിലുള്ളൊരു പ്രഷർ മാതാപിതാക്കളും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ച് നിങ്ങളൊരു കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടി ചിന്തിക്കാനുള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ അവരുടെ ഭാഗത്തും കൂടി നിന്നിട്ട് ഒന്ന് ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം അവർ നിങ്ങളെ അതായത് പണ്ടത്തെ ഒരു കാലഘട്ടമല്ല, പലതും കാണുന്നതും പുറത്ത് കാണുന്നതൊക്കെ പല രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് വളരെ മനോഹരമായിട്ട് ഹൃദയം തുറന്ന് പാരൻസിൽ നിന്ന് അല്ലെങ്കിൽ ടീച്ചേഴ്സിൽ നിന്ന് മുതിർന്നവരിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന അവജ്ഞകള്, അവഗണനകള് നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം സാരമായിട്ട് ബാധിക്കുന്നു എന്ന് നിങ്ങൾ തുറന്ന് പറയുകയുണ്ടായി. വളരെ സന്തോഷം, നന്നായിട്ട് പറഞ്ഞു നിങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഒരു നോൺ ബയാസ്ഡ് ആയിട്ട്, പക്ഷപാതമില്ലാതെ കാര്യങ്ങളെ സുതാര്യമായിട്ട് കണ്ടുകൊണ്ട് രണ്ടു കൂട്ടരും തമ്മിൽ, അതായത് ഒരു ജനറേഷൻ ഗ്യാപ്പില്ലാതെ രണ്ടു കൂട്ടരും, മക്കളും മാതാപിതാക്കളും തമ്മിൽ സന്ധിക്കുന്ന കുടുംബ പശ്ചാത്തലങ്ങളുണ്ട് എങ്കിൽ, കുടുംബത്തിൽ അതിനുള്ള ഒരു വേദിയുണ്ട് എങ്കിൽ, അതിനുവേണ്ടി സമയമെടുക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വളരെ അന്താരാഷ്ട്രീയ പ്രശ്നങ്ങളാകാതെ പോവാതെ നമുക്കിതിനെയെല്ലാം പരിഹരിക്കാനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിനും മാള ഹോളി ഗ്രേസ് അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തയാഴ്ച പുതിയൊരു വിഷയവുമായി ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി.